ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അടി കൊണ്ട പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. അപ്പൊ തുടങ്ങാം അല്ലേ? എന്താണ്? ഒന്നുമില്ലേ, പേടിക്കണ്ട. ഈശോ മറിയ ഔസേപ്പെ, കൂട്ടിലിരിക്കും പുണ്യാള, കാട്ടിലെ പെണ്ണിനെ മാറ്റിക്കോ, പീഡനമാണ് പെണ്ണിൻ ലക്ഷ്യം, നീവായോ. വന്നതിൽ ഒരാൾ പോയിട്ടില്ല. പോലീസ് ഏകപക്ഷീയമായി ലാത്തി ചാർജ് നടത്തിയില്ലേ? എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അങ്ങനെ ലാത്തി ചാർജ് ഏറ്റാല് അങ്ങനെ പിരിഞ്ഞു പോകുന്നവരാണ് SFI കാരന് കരുതിയോ? ഇരിക്കുണ്ടാവും എല്ലാവരെയും. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? അടിച്ചോടിച്ചു പാവം കിട്ട. ഇവിടെ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തം പോലീസാണ്. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. വലിയ കല്ലേറ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴോ വലിയ സംഘർഷാത്മകമായ സിറ്റുവേഷൻ ഞങ്ങൾ എല്ലാവരും കൂടെ നിയന്ത്രിച്ചു. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. അല്ല, എന്തോ ഒന്ന് മൊഴിഞ്ഞായിരുന്നല്ലോ. ഒന്നും മൊഴിഞ്ഞില്ല. മുഴുവൻ പേരെയും ഇവിടെ ഇരുത്തിയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് കല്ലേറാണ്, ഏകപക്ഷീയമായ കല്ലേറ്. അപ്പോൾ പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോണ്ടേ? പോക്കിരിത്തരത്തിന് അതിരിലിടോ, എന്തു ആവാന്നോ? ആ കല്ലേറ് നടത്തുന്നവർക്ക് നേരെ പോകുന്നതിന് പകരം ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാനാ വന്നത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ, വനിതകളെ പോലീസ് ആക്രമിക്കാണ്. ലാത്തി ചാർജ് എത്ര പേർക്ക് പരിക്കേറ്റ് നോക്ക്. എന്താ ലാത്തി ചാർജ് ഏറ്റാ പോകുന്നതാണ്? അത് ഒരാൾ പോയിട്ടില്ല. പരിക്കുകളോടെ ഞങ്ങളുടെ കുട്ടികളുടെ ഇരിപ്പുണ്ട്. കണ്ടു കാണുമെന്തോ ശിവനെ. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കല്ലേറ് വരുമ്പോ ആ കല്ലേറ് വരുന്ന സോഴ്സ് മനസ്സിലാക്കി അങ്ങോട്ട് പോയി നേരിടണ്ടേ? കല്ലേറ് വരുന്നിടത്തല്ലേ പോലീസ് പോകണ്ടേ? അവിടെയല്ലേ പോലീസ് നടപടി ഉണ്ടാവേണ്ടേ? അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, എന്തിനാലും ഒരു കാര്യം ശരി, നീതിപൂർവമായി പോലീസ് പെരുമാറണം. അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല. ഞങ്ങളിവിടെ പരമാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറം നിനക്ക് വേണം. അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയില്ല. ഞങ്ങളിവിടെ ഇരിക്കും. പോലീസ് പറയട്ടെ. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.